ഒരു രാജ്യത്തെ കോളേജ് ടീച്ചർ, അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള ഒരു എക്സാമിന് എത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക? ക്രിട്ടിക്കൽ തിങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പുതുതായി മാറിക്കൊണ്ടിരിക്കുന്ന നോളേജുകൾക്കനുസരിച്ച്, അപ്ലിക്കേഷൻ ഓഫ് നോളേജിനനുസരിച്ച് കുട്ടികളെ പഠിക്കാൻ സാധിക്കുന്ന, അതുപോലെ തന്നെ ടീച്ച് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല, പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളെ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്രൈറ്റീരിയാസ് ആയിരിക്കും പറ്റാവുന്നത്ര ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രതീക്ഷിക്കുക. ഇത് തന്നെയാണ് NTA നെറ്റ് എക്സാമിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്താണ് ഇത് വീണ്ടും ഒരു ഫാക്ച്വൽ മെമ്മറി ബേസ്ഡ്, ആർക്കാണോ ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്ന ആ കപ്പാസിറ്റി ലെവലിലേക്കാണ് എക്സാം മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇത് ബേസിക്കലി UGC ചെയർമാൻ്റെ വാക്കുകൾക്കും എതിരെയാണ്, NEPക്കും എതിരെയാണ്. ഓക്കെ, NEP പറയുന്നത് റീസെൻ്റ്ലി ആയിട്ട് UGC ചെയർമാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത്, based on the NEP, there should be a change from the factual based test to the assessment that will measure the deeper comprehension, critical thinking and application of knowledge capability of the candidates. അത്തരത്തിലുള്ള ഒരു സംഭവം മെഷർ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് എക്സാമിൽ അസസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് UGC ചെയർമാൻ പോലും റീസെൻ്റ്ലി ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്നു അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ നമ്മളത് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുന്നത് എഗെയിൻ ഫാക്ച്വൽ ബേസ്ഡ് ക്രോണോളജിക്കൽ ഓർഡേഴ്സ്, ഒരുപാട് കൊല്ലങ്ങളുടെ ക്രോണോളജിക്കൽ ഓർഡേഴ്സ്, ഒരുപാട് അസോസിയേഷൻസ് ഉണ്ടാക്കിയതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡേഴ്സ്, ആളുകൾ ജനിച്ചതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡേഴ്സ്, ഓതേഴ്സ് ജനിച്ചതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡേഴ്സ്, ഇൻസിഡൻസിൻ്റെ ക്രോണോളജിക്കൽ ഓർഡേഴ്സ്, എല്ലാം ക്രോണോളജിക്കൽ ഓർഡേഴ്സ് മാത്രമാവണമെന്നില്ല, വേറെയും ഒരുപാട് ഫാക്ച്വൽ ആസ്പെക്റ്റുകൾ. ഓക്കെ, അതായത് മെമ്മറി മെഷർ ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ട് വീണ്ടും വീണ്ടും എക്സാം മാറിക്കൊണ്ടിരിക്കുകയാണ്, എക്സാമിലെ ക്വസ്റ്റ്യൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബേസിക്കലി NEPക്കെതിരെയാണ്, NEP പോളിസിക്കെതിരെയാണ്, UGC ചെയർമാൻ പറയുന്നതിൻ്റെ പോളിസിക്കെതിരെയാണ്. ഓക്കെ, ഇതിൻ്റെ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഒരു എക്സാമിന് സിഗ്നിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ ആ ഒരു സിലബസിൽ വരുന്നതാണോ എന്ന രീതിയിൽ ഒരുപാട് ചോദ്യങ്ങളും രസകരമായ ചോദ്യങ്ങളും പല സബ്ജക്റ്റുകളും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻഡിവിജ്വൽ ചോദ്യങ്ങൾ ഞാൻ പറയുന്നില്ല. നിങ്ങൾ അറ്റൻഡ് ചെയ്ത നിങ്ങളുടെ സബ്ജക്റ്റുകളിൽ ഓക്കെ ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്ന, ഈ ഒരു എക്സാമിന് സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക. ഓൾറെഡി നമുക്കറിയാം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിലബസ് ഭയങ്കര ബോറിംഗ് ആണ്. അതിൽ പലതും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ടീച്ചർ പഠിക്കേണ്ട, ടീച്ചർ അസസ് ചെയ്യേണ്ട എക്സാമിന് റിലവൻ്റ് അല്ലാത്ത ടോപ്പിക്കാണ് എന്നുള്ളത് സിലബസിൽ തന്നെ നമുക്കറിയാം. അതിൽ നിന്നുള്ളൊരു മാറ്റമാണ് നമ്മൾ സിലബസ് ചേഞ്ചിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അസസ്മെന്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എന്താണോ NTA പറയുന്നത്, അല്ലെങ്കിൽ എന്താണോ UGC ചെയർമാൻ പറയുന്നത്, NEP പറയുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ വരുന്നത്, അപ്ലിക്കേഷൻ ലെവലിൽ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും കൺഫ്യൂഷനിലാണ്. എന്താണ് അവർ അടുത്ത എക്സാമിന് പഠിക്കേണ്ടത്? വീണ്ടും ഫാക്ച്വൽ ആസ്പെക്റ്റുകളാണോ? ഓക്കെ, ബൈഹാർട്ട് ചെയ്യാണോ വേണ്ടത്? അപ്ലിക്കേഷൻ ലെവൽ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഞാൻ പറയും ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള എക്സാം മുമ്പുള്ള എക്സാമിനേക്കാളേറെ ഫാക്ച്വൽ ലെവലിലേക്ക് മാറി എന്നുള്ളതാണ്. എവിടെയോ തിരക്ക് പിടിച്ചിട്ട് പെട്ടെന്ന് എക്സാം നടത്താൻ വേണ്ടിയിട്ട് എവിടെ നിന്നൊക്കെയോ എടുത്ത് കുറച്ച് ഡാറ്റാസ് റീഅറേഞ്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പോലെയാണ് പേഴ്സണലി എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോപ്പ്ഫുള്ളി ഈ ഒരു എഡ്യൂക്കേഷണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഹോപ്പ്ഫുള്ളി ആയിട്ടാണ് NEPയെയും NEPയിലെ പല പ്രൊഫഷൻസിനെയും ഫ്യൂച്ചർ മാറ്റങ്ങളെയും സിലബസ് ചേഞ്ചുകളുടെയും എക്സാം ചേഞ്ചുകളെയും ഒക്കെ കാത്തിരിക്കുന്നത്. ഓക്കെ, അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലും അപ്ലിക്കേഷൻ ലെവലിലേക്കും അത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്കുള്ള മറ്റൊരു കൺസേൺ ആണ്, എന്തിനാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ഹിന്ദി ആണോ ഇംഗ്ലീഷ് ആണോ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഹിന്ദി സെലക്ട് ചെയ്യുന്ന കുട്ടിക്ക് ഹിന്ദി ക്വസ്റ്റ്യൻ മാത്രം പോരെ, ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്ന കുട്ടിക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ മാത്രം പോരെ എന്നുള്ളതാണ്. അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, പോസിബിൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് പൈസയും സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. OMR ആണെങ്കിൽ ഒരുപാട് പ്രിന്റിങ്, ഓക്കെ, ഓൺലൈൻ ആണെങ്കിലും അതിൻ്റെതായ ഫെസിലിറ്റീസ്, സംഭവങ്ങൾ, കാര്യങ്ങൾ വെച്ചിട്ട്. കാരണം നല്ല ബുദ്ധിമുട്ടാണ്. ഏതാണ് ഓപ്ഷൻ, എവിടെയാണ് ഓപ്ഷൻ, ഓരോ ക്വസ്റ്റ്യൻ്റെയും ഇൻബിറ്റ്വീൻ ആയിട്ടാണ് പല ഹിന്ദി ഓപ്ഷൻസും കാര്യങ്ങളും വരുന്നത് എന്നുള്ളതുകൊണ്ട് അതും വിദ്യാർത്ഥികൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതും ഒഴിവാക്കേണ്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രഹെൻഷൻ പോലെയുള്ള ഒരു ആസ്പെക്റ്റുകളിൽ ഹിന്ദി ആസ്പിറൻസിന് ഒരു പക്ഷേ ഒരു ചെറിയ അഡ്വാൻറ്റേജ് പോലും രണ്ട് സബ്ജക്റ്റുകളിലും രണ്ട് ലാംഗ്വേജിലും ഉള്ളത് ഉണ്ടാക്കുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതും ഗവൺമെൻറ് അല്ലെങ്കിൽ അതോറിറ്റി എത്രയും പെട്ടെന്ന് ഏത് കുട്ടി സെലക്ട് ചെയ്ത ലാംഗ്വേജിൽ മാത്രമാണ് എക്സാം ഉണ്ടാവുന്നത് എന്നുള്ളതും, എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ പുതിയ കാലത്തിന് അനുസൃതമായിട്ടുള്ള, NEPക്ക് അനുസൃതമായിട്ടുള്ള, UGC ചെയർമാൻ പറയുന്നതിന് ഇൻ അക്കോർഡൻസ് ആയിട്ടുള്ളതാണ് എന്നുള്ളതും ഉറപ്പുവരുത്തുക എന്നുള്ളത് ഈ എക്സാമിൻ്റെ ക്രെഡിബിലിറ്റി എൻഷുർ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ എക്സാം കൊണ്ട് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ആ ഒരു ഗോളിലേക്ക് എത്താൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്.